ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ്സാണ്. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻസാണ്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 2024 നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 16 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് 1 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 16 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 16 മാർക്ക് നമുക്ക് മുഴുവനായിട്ടും നേടാം. ഓൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ മാച്ച് ഫോളോവിങ്സ് ആണ്. അത് നമുക്ക് മുഴുവനായിട്ടും നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയ രണ്ടാമത്തെ വലിയ പാർട്ടി ആണ് ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് അറിയാം. ഇതിൽ ലോക്സഭാ സീറ്റുകൾ നേടിയ രണ്ടാമത്തെ വലിയ പാർട്ടി ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ആൻസർ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം, അത് ബന്ധപ്പെട്ട നേതാവ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നെഹ്റു അല്ല, ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടിച്ചു നീക്കും. ഇന്ദിര ഹട്ടാവോ പ്രതിപക്ഷത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഗരീബി ഹട്ടാവോ എന്നുള്ളത് ഇതാണ്. ആരിതാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ. ദെൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു മുദ്രാവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥയുടെ കാലത്തുണ്ടായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജനതാ പാർട്ടി ഗവൺമെൻറ് 1977 നിയമിച്ച കമ്മീഷൻ ഏത്? നമുക്കറിയാം അടിയന്തരാവസ്ഥ 1975 മുതൽ 77 വരെയാണ്. ഓക്കെ, 77 വരെയാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്. അതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്തുണ്ടായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജനതാ പാർട്ടി ഗവൺമെൻറ് 1977 നിയമിച്ച കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷനാണ്. ഓക്കെ, ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, ഓക്കെ, നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരാണ് എന്നാണ് നാലാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം 1977 മൊറാർജി ദേശായിയാണ് വന്നിട്ടുള്ളത്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കണ്ടെത്തുക. ഓക്കെ, അതാണ് സിമ്പിളാണ്, മേധ പട്കർ. ഇനി ആറാമത്തെ ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് പട്ടിക പൂർത്തിയാക്കുക. KN രാജ്, PC മഹൽനോബീസ് കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി ദ്രുതഗതിയിലുള്ള വ്യവസായങ്ങൾക്ക്. അപ്പോൾ നമുക്കറിയാം ഇത് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള ആളാണ് ആര്? KN രാജ്. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ PC മഹൽനോബിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ആൾ. ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനാണ് ഇമ്പോർട്ടൻ്റ് നൽകിയത്. ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനാണ്. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, പഞ്ചാബ് സന്ധി, ഇത് ഒപ്പിട്ടത് രാജീവ് ഗാന്ധിയും. ഫസ്റ്റ് 2 മാർക്കിനാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഉത്തരങ്ങളുണ്ട്. രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലോങ്വാളുമാണ് ഒപ്പിട്ടത് അല്ലേ. തമ്മിൽ സന്ധിയിൽ ഒപ്പിട്ടിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് രാജീവ് ഗാന്ധി. ദെൻ രണ്ടാമത്തെ ഏതാണ് എഴുതേണ്ടത്? ഹർചന്ദ് സിംഗ് ലോങ്വാൾ അങ്ങനെ എഴുതിയാൽ എത്ര മാർക്കായി? 2 മാർക്കായി. അപ്പോൾ ഇതാണ് ഏഴാമത്തിൻ്റെ ഉത്തരം, രാജീവ് ഗാന്ധി, ഹർചന്ദ് സിംഗ് ലോങ്വാൾ. ദെൻ പട്ടിക പൂർത്തിയാക്കുക. വീണ്ടും 2 മാർക്കിൻ്റെ ചോദ്യമാണ്.
ആസിയാൻ സുരക്ഷ, ആസിയാൻ സെക്യൂരിറ്റി സൊസൈറ്റി സമൂഹമാണ്. ഇനി വരേണ്ടത് ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. ഓക്കെ, ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം, ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, ആസിയാൻ സുരക്ഷാ സമൂഹം എന്നുള്ളതുണ്ട്. ഇനി 2 ബാക്കി 2 പില്ലേഴ്സ് ഏതൊക്കെയാണ്, തൂണുകൾ ഏതൊക്കെ? എക്കണോമിക് കമ്മ്യൂണിറ്റിയും, ഇവിടെ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് എഴുതുക, ഇവിടെ എഴുതേണ്ടത് ഏതാണ്? സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. 2 എഴുതിയാൽ 2 മാർക്ക് കിട്ടുന്നതാണ്. ദെൻ UN സുരക്ഷാ സമിതിയിൽ 5 അംഗങ്ങളാണുള്ളത്. 5 അംഗങ്ങളാണുള്ളത്. ദെൻ 5 അംഗങ്ങൾ, 5 എങ്ങനത്തെ അംഗങ്ങൾ? സ്ഥിരാംഗങ്ങളും 10 അസ്ഥിരാംഗങ്ങളുമാണ്. ഓക്കെ, 5 സ്ഥിരാംഗങ്ങളും 10 അസ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത്. അത് എഴുതിയ 2 മാർക്കായി. ഇനി മാച്ച് ദ ഫോളോവിങ്സ് ആണ്, സിമ്പിളാണ്. നാറ്റോ ഈസ് റിലേറ്റഡ് ടു USA. ദെൻ വാർസോ ഈസ് റിലേറ്റഡ് ടു USSR. NAM ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ 4 മാർക്കിന് അടുത്തൊരു മാച്ച് ദ ഫോളോവിങ്സ് വരുന്നുണ്ട്. 11ാമത്തെ ചോദ്യം. ഇതോടുകൂടി 16 മാർക്കാവും. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗൾഫ് വാർ, ഓപ്പറേഷൻ ഡെസേർട്ട് സ്ട്രോമാണ്. ഓക്കെ, ദെൻ ഗ്ലോബൽ വാർ ഓൺ ടെറർ, ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡമാണ്. ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡമാണ് 3ാമത്തെ ഓപ്ഷനാണ്. ദെൻ സെക്കൻഡ് ഗൾഫ് വാർ ഈസ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡമാണ്. ദെൻ സെക്കൻഡ് ഗൾഫ് വാർ ഈസ് റിലേറ്റഡ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ദെൻ ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നുള്ളത് അൽഖ്വയ്ദ സെൻറ്റേഴ്സ് ഇൻ സുഡാൻ ആൻഡ് അഫ്ഗാനിസ്ഥാനാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. ഇത് 2024 മാർച്ചിൽ നടന്നിട്ടുള്ളതാണ്. ഈ 16 മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും എന്നുള്ളതാണ്. സിമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോവിങ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. താങ്ക് യു.